നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ഓഫ് റോഡിങ്ങിലേക്ക് വരുമ്പം ഒരുപാട് ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ്. എന്നോട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എടുക്കാറുണ്ട്. ഓഫ് റോഡിങ്ങിലേക്ക് പോകുമ്പം എന്തൊക്കെ മോഡ്സാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെ എന്തൊക്കെ മോഡിഫിക്കേഷനാണ് ചെയ്യേണ്ടത്, അല്ലെ മോഡിഫിക്കേഷൻ ഒരുപാട് വേണമെന്നും പറഞ്ഞ് ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന കുറേ ആളുകൾക്കുള്ളൊരു വീഡിയോ ആണിത്. അപ്പം ഓഫ് റോഡിങ്ങിലേക്ക് പോകുമ്പം നമുക്ക് ഒരുപാട് ആദ്യം തന്നെ ചിലപ്പം പറഞ്ഞു കൊടുക്കുന്നവരുടെ ആവാം, അല്ലെങ്കിൽ വേണ്ടിയിട്ട് ചെയ്യുന്നതാവാം, പല രീതിയിലുണ്ടാകും. ആദ്യം തന്നെ ഈ വണ്ടിയിൽ ഒരുപാട് രീതിയിലുള്ള മോഡ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു ബേസിക്കായിട്ട് ഒരു 2 to 4 months വരെ നമുക്ക് ഓടിക്കാൻ വേണ്ടി ബേസിക്കായിട്ടുള്ള മോഡ്സ് മാത്രം മതി. അതായത് ഒരു സ്കിപ്പ് ലൈറ്റ്, ഒരു ഫ്ലാഗ്, ഒരു റേഡിയോ, ഒരു കിൽ സ്വിച്ച് എന്ന് വെച്ചാൽ ട്രാക്ഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിൽ സ്വിച്ച് എന്ന് പറയുന്ന സാധനം. ഈ ഒരു 4 സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഒരു 2 to 4 months ഒരു സ്റ്റോക്ക് വണ്ടി വെച്ചിട്ട് ഓടിച്ചു പഠിക്കാം. എപ്പോഴും നമ്മൾ ഓഫ് റോഡിങ് പഠിക്കുമ്പം ഒരു സ്റ്റോക്ക് വണ്ടിയിലായിരിക്കണം നമ്മൾ ഓടിച്ചു പഠിക്കുന്നത്. ഓഫ് റോഡിങ് അവിടെ തുടങ്ങുമ്പോൾ തന്നെ വണ്ടി കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ മോഡ്സൊക്കെ ചെയ്ത് ലിഫ്റ്റപ്പൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസും ഡ്യൂണിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, ഡ്യൂണിൽ എങ്ങനെ വണ്ടി ഓടിക്കണം, ഇങ്ങനത്തെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കുറവായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റോക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള 4 കാര്യങ്ങൾ മതി. അത് ചെയ്യുന്നതിന് മാക്സിമം ഒരു 1500 dirhamsനുള്ളിൽ മതി. അപ്പോൾ ഇതേപോലുള്ള എന്തെങ്കിലും മോഡ്സുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ചെയ്യണം, ബേസിക്കായിട്ട് വണ്ടി തുടങ്ങാനായിട്ട് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും. അല്ലാണ്ട് ബാക്കി എല്ലാവരും പറയുന്ന പോലെ ഫുള്ളായിട്ട് ഇതുപോലെ സസ്പെൻഷനോ ഹെവി മോഡ്സോ റിംസോ ടയേഴ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നോർമലായിട്ട് നമ്മുടെ സ്റ്റോക്ക് വണ്ടി വെച്ച് ഓടിച്ചു പഠിക്കുക. നിങ്ങൾക്ക് പിന്നീട് അതിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. ആ സമയത്ത് ഇതേപോലെ നമുക്കിഷ്ടം വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയിൽ ഒരുപാട് പൈസകൾ മുടക്കും ഇതേപോലെ മോഡ്സൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഇഷ്ടം അനുസരിച്ചും നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചും പല രീതിയിൽ നമുക്ക് മോഡ്സ് ചെയ്യാം. അങ്ങനെ മാത്രമേ വണ്ടിയിൽ മോഡ്സ് ചെയ്യാവുള്ളൂ. ഇത് ന്യൂബീസിനായിട്ടുള്ള ഒരു അഡ്വൈസാണ് എൻ്റെ. ഓക്കെ.